ഇല്ല, അവിടെ അവിടെ അച്ഛനുണ്ട്. എനിക്ക് പേടിയാ. നമ്മുടെ വീടോ? ഇല്ല, ഞാൻ വരില്ല. അവിടെ അവിടെ അച്ഛനുണ്ട്. വീടെന്തിയേ? നമ്മുടെ വീടെന്തിയേ? ഇല്ല, വീടോ? നമ്മുടെ വീടോ? ഇല്ല, അച്ഛനറിഞ്ഞ പ്രശ്നം. ഇല്ല, ഞാൻ വരില്ല. അച്ഛനറിഞ്ഞ പ്രശ്നം. നമ്മുടെ വീടോ? അച്ഛനറിഞ്ഞ പ്രശ്നം. ഞാൻ വരില്ല. അച്ഛനറിഞ്ഞ പ്രശ്നം. എനിക്ക് പേടിയാ. ചാച്ചൻ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ മരുമോൻ പയ്യന്റെ കാര്യ. ചെറുക്കൻ ഇപ്പോഴും ആ മസിൽ പിടുത്തം അങ്ങോട്ട് വിട്ടിട്ടില്ലൂടാ. ഇന്ന് ആ പെങ്കൊച്ചവനെ അന്വേഷിച്ചു വന്ന സ്ഥിതിക്ക് ഇനി അവൻ ഒന്നുകൂടി ബലം പിടിക്കാനാ സാധ്യത. വല്ല അതിബുദ്ധിയും കാണിക്കുമെന്ന എന്റെ പേടി. ചാച്ചൻ പറ, നമ്മളിപ്പോ ഇനി എന്നതാ ചെയ്യണ്ടേ? തൽക്കാലം അവനോട് നേരിട്ട് മുട്ടാൻ നിൽക്കണ്ട. നമ്മളിത് അത്രയ്ക്ക് കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് അവന് തോന്നിക്കോട്ടെ. പക്ഷെ ബെന്നിച്ച, നിന്റെ പിള്ളേരെപ്പോഴും അവന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവണം. എങ്ങാനും വല്ല ബുദ്ധിമോശം കാണിക്കാൻ അവൻ ഒരുമ്പെട്ടാൽ ആ നിമിഷം ചെറുക്കനെ ക്ലിപ്പിട്ടോളാൻ അവന്മാരോട് പറയണം. അതൊക്കെ ഞാൻ ഏറ്റുവച്ച. നമ്മുടെ പയ്യന്മാര് ഇനി അവന്റെ പിറകേന്ന് മാറില്ല. ഇനി ഇത് നടക്കാതെ പോയാൽ പൂക്കാടിനതൊരു തോൽവിയാടാ. അതിന് അവസരം ഉണ്ടാക്കരുത്. ഈശ്വര, എന്തൊക്കെ അബദ്ധങ്ങളായി കുട്ടി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അയാൾക്ക് ചേച്ചി ഇപ്പോഴും ഇഷ്ടമാണ് അങ്കിൾ. പക്ഷെ അയാളുടെ വീട്ടുകാരാ പ്രശ്നം. ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവളുടെ ഈ അവസ്ഥയ്ക്ക് അവനും ഒരു കാരണക്കാരനാണല്ലോ. അപ്പൊ പിന്നെ ജാതി മതമൊക്കെ നോക്കിയിട്ട് എന്തിനാ? വീട്ടുകാരെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുക, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുക. അതേ ഒരു വഴിയുള്ളൂ. ഒന്നുമല്ലേലും നാട്ടുകാരുടെ മുന്നിൽ നാണം കടണ്ടല്ലോ. അത് നടക്കില്ല അങ്കിൾ. മറ്റൊരു പെൺകുട്ടിയായി അയാളുടെ വിവാഹം ഉറപ്പിച്ചു. ഇന്നായിരുന്നു മോതിരം മാറൽ. മോതിരം മാറലല്ലേ നടന്നുള്ളൂ മോളെ. കാര്യങ്ങളുടെ സീരിയസ്നെസ് അവന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനായാൽ അവരൊന്നും മാറ്റി ചിന്തിച്ചുകൂടുന്നില്ലല്ലോ. ഇല്ല അങ്കിൾ, ഇനി അഥവാ അയാളുടെ വീട്ടുകാർ സമ്മതിച്ചാൽ കൂടി പെൺവീട്ടുകാരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛനോടും എന്നോടും ഒക്കെ ഇപ്പോഴും പകയടങ്ങാത്ത ആൾക്കാരവര്. അങ്കിളിനറിയാം, ആ റാഗിംഗ് കേസിലെ പ്രതിയില്ലേ സയന, അവളാ പെണ്ണ്. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ അലൻചേട്ടനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അവള് പറഞ്ഞത്. ഓ, അങ്ങനെ ഒരു കുരുക്ക് ഇതിന്റെ പിന്നിലുണ്ടല്ലേ? അല്ല, അവരങ്ങനെ പിടിവാശി കാണിക്കുവാണെങ്കിൽ നമ്മൾ മറുകണ്ഠം ചാടണം. പയ്യനെ വിട്ടു തന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറയണം. വേണ്ട അങ്കിൾ, കേസിനൊക്കെ പോയ ഇപ്പോഴുള്ള നാണക്കേട് കൂടിയേ ഉള്ളൂ. അവരോടൊന്ന് മത്സരിച്ച് നിൽക്കാൻ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? കൂടിയാൽ 1 or 2 ആഴ്ച. അത് കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ അറിയില്ലേ? ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയും? ആ ഒരൊറ്റ കാരണം മതി അമ്പികക്ക് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ. ഏതായാലും നീ അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് താ. ഞാൻ അയാളെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം പറച്ചില്? ഞങ്ങൾ തമ്മിൽ മേനോന്റെ വക്കീലിനെ കാണുന്ന കാര്യം പറയായിരുന്നു.
എന്നാ മോള് പോയി കിടന്നുറങ്ങിക്കോ. പിന്നെന്താ ഞാൻ വന്നപ്പോഴേക്ക് നിർത്തിക്കളഞ്ഞത്? എന്തോ ചുറ്റിക്കളിയാണിത്. എന്ത് ചുറ്റിക്കളി? നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നടക്കണ്ട. വേണമെങ്കിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. അങ്കിളൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ ഇനി പറഞ്ഞിട്ടെന്താ? ശവമടക്കുന്നിടത്തും ആശുപത്രിയിലൊക്കെ താനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടപ്പോൾ മേനോനും കുടുംബത്തോടും നന്ദിയും കൂറുമുള്ളവരാണ്. അത്രയും ഞാൻ കരുതിയുള്ളൂ. കാര്യങ്ങളുടെ ഗൗരവം പിന്നെ ഗൗരി പറഞ്ഞാണ് അറിഞ്ഞത്. മേനോനും പ്രഭയും മക്കളെ എങ്ങനെ വളർത്തിയെന്ന് എനിക്കറിയാം. ഗായത്രിയെ മരുമോളായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചവനാണ് ഞാൻ. രക്തബന്ധത്തിൽ നിന്ന് അങ്ങനെ ഒരു ആലോചന വേണ്ടെന്ന് പറഞ്ഞ് മേനോൻ ഒഴിഞ്ഞു മാറിയിട്ടാണ് അത് നടക്കാതെ പോയത്. മക്കളെക്കുറിച്ച് അത്രയ്ക്ക് കരുതലായിരുന്നു അവർക്ക്. ഒരു കണക്കിന് അവരിതൊന്നും അറിയാതെ പോയത് നന്നായി. ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, ഗായത്രിയുടെ സൗന്ദര്യം മാത്രം മോഹിച്ച് അവളെ ഇഷ്ടപ്പെട്ട ഒരാളല്ല ഞാൻ. അവളുടെ ക്യാരക്ടർ, ഫാമിലി, വീട്ടുകാരോടുള്ള അറ്റാച്ച്മെന്റ്, അങ്ങനെ അവളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അവളെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോഴും അങ്കിളിനെ തേടി വന്നത്. പ്ലീസ്, അവളെ കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം. അങ്കിളുടെയും ഗൗരിയുടെയും സമ്മതം, അത് മാത്രം മതി എനിക്ക്. അലൻ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ച് കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞ സ്ഥിതിക്ക്. ഒക്കെ അറിയുമ്പോൾ തൻ്റെ വീട്ടുകാരും ആ പെങ്കൊച്ചിൻ്റെ ആൾക്കാരും ഒക്കെ കൂടി വഴക്കിനും ബഹളത്തിനും വരിക എൻ്റെ അടുത്തോട്ടായിരിക്കും. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലുണ്ട്. അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അംബികയും മക്കളെ അറിയിക്കാതെ ഓരോ ദിവസവും തട്ടിക്കഴിക്കുന്ന പാട് എനിക്കേ അറിയൂ. അതിൻ്റെ കൂടെ ഇതും കൂടി ആയാൽ അങ്കിളിനൊരു പ്രശ്നം വരാത്ത രീതിയിൽ ഞാനിത് കൈകാര്യം ചെയ്തോളാം. എങ്ങനെയെങ്കിലും ഗായത്രി അവിടെ നിന്ന് ഇറക്കി തന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഇവിടം വിടും. ഇടുക്കിയിലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ താമസിക്കാനും ഗായത്രിയെ ചികിത്സിപ്പിക്കാനും വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പ്ലീസ് അങ്കിൾ മറുത്തൊന്നും പറയരുത്. ഇതല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ അങ്കിൾ. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ. അങ്കിൾ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ. നാളെ എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഞാൻ വരും. അവളെ എനിക്ക് തന്നേക്കണം. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആർക്കും ഒരു ഭാരമാവാതെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. തന്നേക്ക് എനിക്ക് അവളെ. താങ്ക്സ് അങ്കിൾ, താങ്ക്സ്. ഞാൻ വിളിക്കാം. ചേച്ചി, ഇതാരാ നോക്കിയേ? നല്ല സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്നറിയോ?
ഇന്നെന്റെ ചേച്ചിയുടെ കല്യാണ. ചേച്ചിയുടെ അജോയുമായിട്ട്. ചേച്ചിക്ക് അജോയ് ഓർമ്മയില്ലേ? ചേച്ചി പറഞ്ഞ ശരിയാ. ആ ചേട്ടൻ നല്ല ആളാ. ഇത്രയൊക്കെ ആയിട്ടും ചേച്ചി ഉപേക്ഷിച്ചില്ലല്ലോ. എനിക്ക് വിശ്വാസമുണ്ട് അജു ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ആശിച്ചതുപോലെ എന്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഞാനീ പറയുന്ന വല്ലതും ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? സാരമില്ല, ചേച്ചിയുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എന്നും എന്റെ ചേച്ചിക്കുണ്ടാവും. ഇന്നു മുതല് ഞാനുണ്ടാവില്ല ചേച്ചിക്കൊപ്പം. അതോർത്ത് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും അജോ ചേട്ടൻ നോക്കിക്കോളും. ചേച്ചിയുടെ അസുഖമൊക്കെ മാറി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോ ഞാനും അങ്ങ് വരും. വാ പോകാം. എങ്ങോട്ടാ രണ്ടും കൂടെ കെട്ടിയൊരുങ്ങി? അത് ചേച്ചി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. ആ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. വെറുതെ പാഴ്വേല എടുക്കാതെ അകത്തെങ്ങാനും പോയി ഇരിക്കടി കൊച്ചെ. ആന്റി, അത് ഡിസ്ചാർജ് ചെയ്തേണ്ട അന്ന് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഡോക്ടർമാരങ്ങനെ പലതും പറയും. അതിനാ സർക്കാർ കാശും കൊടുത്ത് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആളെ കണ്ട അപ്പം എഴുതും അവന്മാർ 1 കിലോ ഗുളികയ്ക്കും മരുന്നിനും. അതുകൊണ്ട് അവർക്ക് കമ്മീഷൻ കിട്ടുമെന്നല്ലാതെ നിന്റെ ചേച്ചിയുടെ നൊസ്സൊന്നും മാറാൻ പോകുന്നില്ല. വെറുതെ പെട്രോൾ കാശ് കളയാതെ അവിടെ എങ്ങാനും ഇരിക്കും. എനിക്ക് പോണ്ട എനിക്ക്. പിരി പോയെങ്കിലും അവക്ക് വിവരമുണ്ട്. അല്ല, നിങ്ങൾ ഇതൊരു റെഡിയായില്ലേ? നേരം വൈകുന്നു. ആ, വന്നല്ലോ സാരഥി. സ്വന്തം മക്കളുടെയും പെണ്ണുപിള്ളയുടെയും കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തം നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ കാണിക്കാൻ എന്തെങ്കിലും നീ എനിക്കൊരു അവസരം തന്നിട്ടുണ്ടോ? ഓ, എല്ലാം നീ തന്നെ തീരുമാനിക്കുന്നു, നീ തന്നെ ചെയ്യുന്നു. പറയുമ്പോ പ്രസിഡന്റാണ് തലവനെങ്കിലും ഭരിക്കുന്നത് പ്രധാനമന്ത്രിയല്ലേ? കളിയാക്കിയതാണെന്ന് മനസ്സിലായി. ഞാൻ ഭരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നേരെ ചൊവ്വേ കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. നിങ്ങൾ വാ മക്കളെ, ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോവുക. ആ, പിന്നെ ഡോക്ടറെ കാണുന്നതല്ലേ ഇത്രയും വലിയ നല്ല കാര്യം. ആ, ചെല്ല്. ഇനി ഞാനായിട്ട് നിങ്ങളുടെ നല്ല കാര്യം ഒന്നും മുടക്കുന്നില്ലേ? വാ മോളെ. വാ ചേച്ചി. ആ, അല്ലെങ്കിൽ ഒന്ന് നിന്നേ. എന്താ? ഏതായാലും വണ്ടിയിൽ എണ്ണ ഒഴിച്ച് അവിടം വരെ പോകുന്നതല്ലേ, ഞാനും വരാം. കൂട്ടത്തിൽ എന്റെ പല്ലും കൂടെ ഒന്ന് കാണിക്കാലോ. ഏയ്, അത് വേണ്ട അംബികെ. നീ ഇനി ഉടുത്തൊരുങ്ങി വരുമ്പോഴേക്കും നേരെ ഉച്ച കഴിയും. ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം. അത് മാത്രമല്ല, ഡെന്റിസ്റ്റ് അവിടെ ആഴ്ചയിൽ 3 ദിവസമല്ലേ ഉള്ളൂ. മെനക്കെട്ട് അവിടെ ചെന്നിട്ട് അയാളെ കാണാൻ പറ്റില്ലെങ്കിലോ? കണ്ടോ, എന്റെ കാര്യം പറഞ്ഞപ്പം മുടക്കത്തരവേ നിങ്ങളുടെ നാവിന്ന് വരും. ഇനി കെട്ടിയൊരുക്കി വന്നിട്ടെന്താ കാര്യം? ആ, അമ്മാവനും മക്കളും കൂടെ പോയിച്ച് വന്നാട്ടെ. നോക്കിക്കോ, ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യം നടക്കത്തില്ല. ഞാനാ പറയുന്നത്. ആശുപത്രി കൊണ്ടുപോകാൻ നടക്കുന്നു. ഏയ്, മോളതൊന്നും കാര്യമാക്കണ്ട. വാ. ഗായത്രി മേനോൻ ചേച്ചി, കുട്ടിക്കെന്താ സുഖമല്ലേ? അച്ഛനും അമ്മയും അടുത്താ മരിച്ചത്. അതിന്റെ ഒരു മാനസിക പ്രശ്നമുണ്ട്.
അലൻ ജോസഫ്. അയ്യോ, ഒപ്പിടാൻ വരട്ടെ. അളിയൻ ഇങ്ങനൊരു മിടുക്ക് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് ചാച്ചൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ അളിയന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സാറേ എനിക്ക് കറക്റ്റ് സമയത്തേക്ക് എത്താൻ പറ്റിയത്. ബെന്നിച്ച, പ്ലീസ് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നതല്ലേ. പ്ലീസ്, ഞങ്ങള് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ആയിക്കോടാ, നീയേ ഇവളെയും കെട്ടി എവിടെയെങ്കിലും പോയി അർമാദിച്ച് ജീവിച്ചോടാ. എന്റെ പെങ്ങക്കേ ആണൊരുത്തനെ വേറെ കിട്ടും. പക്ഷേ നിന്റെ വീട്ടുകാരുടെ കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം നീ പോവാൻ. നിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ശബ്ദം കേൾക്കാനുള്ള ലാസ്റ്റ് ചാൻസാ, മിസ്സാകണ്ട. സംസാരിച്ചോ, അറ്റൻഡ് ചെയ്യടാ. ഹലോ അജു, നീ എവിടെയാ മോനെ? ഞാൻ മോനെ, നിന്റെ അമ്മച്ചി അനന്തമോനെ കൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് ചാകാൻ നിൽക്കുവാടാ. അപ്പച്ചാ, എടി രാഹുലേ, നീ ഒന്ന് കഥ തുറക്ക്. അജമോനെ ലൈനില് നീ ഒന്ന് കഥ തുറക്ക്. എനിക്കൊന്നും കേക്കണ്ട. പെറ്റ തള്ളയും കുടുംബത്തെയും മറന്ന് അവൻ അവളുടെ പുറകെ പോയിരിക്കല്ലേ. അമ്മച്ചയും പെങ്ങളെ അങ്ങ് മറന്നേക്കാൻ പറ. ഞങ്ങളുടെ ശവത്തെ ചവിട്ടിന്ന് അവനെ അവളും ജീവിച്ച് രസിച്ചോട്ടെ. നീ ഒന്ന് അടക്ക്. നീ ഒന്ന് അവനോട് സംസാരിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ തന്തയും തള്ളയും തീർന്നതുപോലെ അവന്റെ അമ്മച്ചയും പെങ്ങളും തീർന്നു പോയെന്ന് പറ അവനോട്. എന്റെ പൊന്നുമോനെ, നീ ഒന്ന് വേഗം പാടാ. ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും തീരായ്മ ചെയ്യുമെന്ന് ഉറപ്പ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നീ എന്നെയും കാണില്ല, അത് ഉറപ്പാ. എന്റെ പൊന്നുമോനെ, അപ്പച്ചൻ നിന്റെ കാല് പിടിച്ചു പറയുക. നീ ഒന്ന് വേഗം പാടാ. അലൻ സാർ എന്നാ തീരുമാനിച്ചു? ഒപ്പിടുന്നോ അതോ? അജുവേട്ടാ, മോളെ,
അനിമോളും അമ്മച്ചി 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 വാതിൽ തുറക്കാം അമ്മച്ചി. അമ്മച്ചി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അനിമോളെ അമ്മച്ചി, എന്താ ഇത് അമ്മച്ചി? വേണ്ട അനിമോളെ. ആരുടെ അനുമോളു? ഇല്ലടാ, ഇനി അങ്ങനൊരു പെങ്ങൾ നിനക്കില്ല. സ്വന്തം അപ്പനെ അമ്മയും കൂടപ്പുറപ്പിനെയൊക്കെ മറന്ന് കൊണ്ടവരുടെ കഴുത്തി മിന്നു കെട്ടാൻ ഇറങ്ങി പോയതല്ലേ നീ? പൊയ്ക്കോ, ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും പൊയ്ക്കോ. പെറ്റ തള്ളയും പെങ്ങളും ഒക്കെ ഒച്ചയ്ക്ക് നിന്ന് കത്തി എറിയുന്നത് കണ്ടിട്ട് പൊയ്ക്കോ. അവളുടെ മുഖത്ത് നോക്കുമ്പോ ജീവനോടെ നിന്ന് കത്തുന്ന ഞങ്ങളുടെ മുഖം ഓർമ്മ വരണം നിനക്ക്. നിന്റെ കൺമുമ്പിൽ വെച്ച് തീരണം, അതാ എനിക്ക് സന്തോഷം. അമ്മച്ചി 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 വേണ്ട, അമ്മച്ചി വേണ്ട പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അനിമോളെ, അമ്മച്ചി അനിമോളെ വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അമ്മച്ചി അരുത്, അമ്മച്ചി വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മച്ചി അരുത്, അമ്മച്ചി ഞാൻ അനുസരിക്കാം, ഞാൻ അനുസരിക്കാം. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിച്ചോളാം. വാതിൽ തുറക്ക പ്ലീസ്. ഇല്ലടാ, നിന്നെ വിശ്വസിച്ചോളം മതിയായി ഞങ്ങൾക്ക്. ഇനിയും ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി അവളുടെ പുറകെ പോകില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ മാനം കെട്ട് ജീവിക്കുന്നിടത്തോളം ദേ ഇങ്ങനെ തീരുന്നതാ നല്ലത്. അമ്മച്ചി അമ്മച്ചി വേണ്ട, വേണ്ട.